ഹലോ നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ജാങ്കോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ജാങ്കോ പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം നിങ്ങളെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ വെർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ VENV, അതായത് എൻ്റെ വെർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് VENV ആണ്. എന്നിട്ടൊരു ഫോർവേഡ് സ്ലാഷ് ഇടുക, എന്ന് സ്ക്രിപ്റ്റ് ഒരു ഫോർവേഡ് സ്ലാഷ് ചെയ്യുക, ആക്ടിവേറ്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ വെർച്വൽ എൻവയോൺമെൻറ്റ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അത് വീണ്ടും ഞാൻ എന്ത് ചെയ്യണില്ല, ഇവിടെ ചെയ്യണില്ല. ഓൾറെഡി നമ്മുടെ ഈ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ആ ജാങ്കോ ഫയൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് സ്കൂൾ എന്ന പേരിലാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ ജാങ്കോ, അതിനുശേഷം എന്ത് ചെയ്യുക, അഡ്മിൻ എന്ന് ചേർത്ത് കൊടുക്കുക, സ്പേസ് സ്റ്റാർട്ട് പ്രൊജക്റ്റ് എന്ന് ചേർത്ത് കൊടുക്കുക, പ്രൊജക്റ്റ്, എന്നിട്ട് പ്രൊജക്റ്റിൻ്റെ പേര് സ്കൂൾ എന്ന് ചേർത്ത് കൊടുത്തു, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്കൂൾ എന്നുള്ളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് എന്നുള്ളത് സ്കൂൾ എന്നാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഇതിൽ ഒരു സ്കൂൾ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ പ്രൊജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പറയുന്നതാണ്. പിന്നെ manage.py എന്നുണ്ട്, അത് സ്കൂൾ എന്ന ഫോൾഡറിൻ്റെ പുറത്താണ് നമ്മളെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പല ഫയലുകളും ആക്റ്റീവായി വരുന്നത് ഈ manage.py എന്ന ഫയലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്കൂൾ എന്നൊരു പ്രൊജക്റ്റാണ്. ഇപ്പോൾ നമ്മൾ കറൻറ്റിൽ നിൽക്കുന്നത് പ്രൊജക്റ്റ് എന്നൊരു ഡയറക്ടറിയിലാണ്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്നുള്ള ഡയറക്ടറിയിൽ നിന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ സ്കൂൾ എന്ന ഡയറക്ടറിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യുക, ടെർമിനലിൽ ജസ്റ്റ് CD, അതിനുശേഷം നമ്മളിവിടെ വന്ന് നമ്മൾ ഇതിൻ്റെ പേരായ സ്കൂൾ, അതായത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേരാ സ്കൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ കറൻറ്റിൽ പ്രൊജക്റ്റ് എന്നുള്ള ഫോൾഡറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂൾ എന്ന പ്രൊജക്റ്റിലേക്കായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഈ സ്കൂൾ എന്ന പ്രൊജക്റ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ കൊടുത്ത സ്കൂൾ, അതേപോലെ മാനേജ് എന്നിങ്ങനെയുള്ള ഫോൾഡറുകളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പൈത്തൺ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിക്കണമെന്നത് നമുക്കൊന്ന് നോക്കാം. അത് റൺ ചെയ്യിപ്പിക്കാൻ പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സർവർ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. സർവർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റ് ഇവിടെ റൺ ചെയ്ത് വരും. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് റൺ ചെയ്താൽ നമുക്കിവിടെ എന്ത് ചെയ്യും, ഏറ്റവും താഴെ നമുക്ക് ഏത് ലിങ്കിലേക്കാണോ പോകേണ്ടത്, അതായത് നമുക്ക് ഏതിൽ പോയാലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുക, എവിടെ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരിക എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഏറ്റവും താഴെ ഒരു ലിങ്ക് തന്നിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ഡെവലപ്മെൻറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് തന്നിട്ടുണ്ട്. ഈ ലിങ്കിൽ എൻ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും കാണാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നേരിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ പോയില്ല. അപ്പോൾ കീബോർഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രോൾ എന്നൊരു കീയിലും അതേപോലെ ഈ ഫോളോഡ് ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊജക്റ്റ് ഇതുപോലെ റൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ഇതുവരെ കൊടുത്ത എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. ദ ഇൻസ്റ്റാൾ വർക്ക് സക്സസ്ഫുള്ളി കൺഗ്രാജുലേഷൻ എന്ന് കാണിക്കുന്നുണ്ട്, ഏത് വേർഷനാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ചു, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും ആ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റ് എങ്ങനെ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.